Good afternoon. Good afternoon. Okay. എന്റെ പേര് അപർണ എന്നാണ്. നമുക്ക് എന്നെ പരിചയം ഉണ്ടാവില്ലല്ലോ. സോ നിങ്ങളുടെ ജേർണിയിൽ 4 months ജേർണിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇന്റർവ്യൂ 4 months നമുക്ക് ഒരുമിച്ച് PG കുറച്ച് നാള് പഠിക്കാം. ഓക്കെ, നിങ്ങൾ 14, 15, 16 ബാച്ചുകളാണല്ലേ? ഓക്കെ, ഞാൻ എടുക്കുന്ന ടോപ്പിക് മൊഡ്യൂള് 5 ചാപ്റ്റർ 6 ആണ്. മൊഡ്യൂൾ 5 ടെസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? PGയുടെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അവൈലബിൾ ആണോ? ഇല്ല, വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 5 ഞാൻ ചാപ്റ്റർ 6 ആണ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ആണ്. PDF ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? Good afternoon, ma'am. Good afternoon, Kartika. ഓക്കെ, അപ്പൊ നമ്മള് മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. മാർക്കറ്റിംഗ് ഇന്ന് നമ്മൾ എപ്പോഴും കോമൺലി കേൾക്കുന്ന ഒരു വേർഡാണല്ലേ മാർക്കറ്റിംഗ്. എല്ലാ ഫീൽഡിലും ഉണ്ട് മാർക്കറ്റിംഗ്. അപ്പോ മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെക്നിക്സിലൂടെയൊക്കെയാണ് ഇന്ന് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. സോ സംടൈംസ് ഓഫ് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗിന്റെ ഭാഗമല്ലേ? നമ്മൾ ടിവിയിലൊക്കെ അഡ്വർടൈസ്മെന്റ് കാണാറില്ലേ? ടിവിയില്, അതേപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സില്, നോട്ടീസുകൾ, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഉണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട്, അറിയില്ലേ? ഡിഫറെന്റ് അഡ്വർടൈസ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. സെല്ലിംഗ്, പിന്നെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ ഉണ്ട്. ചില പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെക്നിക്സിലൂടെയാണ് ഇപ്പൊ മാർക്കറ്റിംഗ് ഇന്ന് കടന്നു പോകുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഓറിയന്റേഷൻ ടെക്നിക്സ് ആണ്. മാർക്കറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഓറിയന്റേഷൻ. വാട്ട് യു മീൻ ബൈ ഓറിയന്റേഷൻ? ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇന്നതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ്, ഇങ്ങനെ ക്വാളിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ ആ കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് നല്ല പ്രോപ്പർ ആയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിച്ചെല്ലണം അല്ലെങ്കിൽ എത്തിക്കണം. അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം കോമൺ ആയിട്ടുള്ള മാർക്കറ്റിംഗ്, നോർമൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ഫീൽഡുകളിലെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ചാപ്റ്റർ 6 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. Marketing refers to the activity a company undertaken to promote the buying or selling of the product or service. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ, ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? അഡ്വർടൈസിങ്, നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കും. സെല്ലിംഗ്, ഗുഡ്സ് സെയിൽ ചെയ്യും. ആൻഡ് ഡെലിവറിംഗ് ദ പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സ് ഓർ അതർ ബിസിനസ്. സപ്പോസ് നമ്മൾ ചിലപ്പോൾ ഗുഡ്സ് ആർക്കായിരിക്കും സെയിൽ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട്. വെച്ചാൽ ഈ മാർക്കറ്റിംഗ് പ്രോസസ്സ് നമ്മൾ എൻറ്റയർലി ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോസസ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. സോ ഈ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് മാർക്കറ്റിംഗ് പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ദ ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ
മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ ആണ്, വിച്ച് ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റ് ഓറിയന്റേഷൻ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? മാർക്കറ്റ് ഓറിയന്റേഷനെ കുറിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ടെക്നിക്സ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദ മെത്തേഡ്സ് ഇൻസൈഡ് ദ എന്റർപ്രൈസ്, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് മെത്തേഡ്സിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൺ ദ മാനേജ്മെന്റ് ഓഫ് ദ ഫേം മാർക്കറ്റിംഗ് റിസോഴ്സ് ആൻഡ് ആക്ടിവിറ്റി. നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ, അത് നമ്മൾ സെയിലിന് വേണ്ടി കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മേ ബി നമ്മളൊരു എന്താ പറയാ, ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളായിരിക്കും, ഓർ സെയിൽസ് പ്രൊമോഷൻ ആയിരിക്കാം. ഡിഫറെന്റ് കൈൻഡിലായിരിക്കും നമ്മൾ ആ ഒരു ഗുഡ്സും കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മള് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് സാമ്പിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. ഞാൻ കോമൺ ആയിട്ടുള്ള മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യും? നമ്മൾ സാമ്പിൾസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ചെറിയ ബിസിനസ്സുകളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. ആദ്യം അവർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ഗുഡ്സ് എന്ത് ചെയ്യും? മാർക്കറ്റിൽ സാമ്പിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മളപ്പോ സാമ്പിൾസ് യൂസ് ചെയ്യും. സാമ്പിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് പൈസ കൊടുത്ത് വാങ്ങിക്കില്ലേ? ഇല്ലേ? നമ്മൾ വാങ്ങിക്കും. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ആരെയും കാണുന്നില്ല അല്ലെ, ആരെയും കാണുന്നില്ല. എനിക്കൊന്നും നിങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാം എന്ന രീതിയിൽ, മനസ്സിലാകണം എന്റെ മെയിൻ ആയിട്ട് ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് തമ്പ് ഈ ഒരു തമ്പ് ഇട്ടാൽ മതി. മനസ്സിലായ ഒരു തമ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്ട്രാറ്റജി. ഫ്രീ സാമ്പിൾസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ. ഫ്രീ സാമ്പിൾസ് ആയിട്ട് ഗുഡ്സ് എന്ത് ചെയ്യും? സാമ്പിൾസ് കൊടുക്കും. നമ്മളത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും അല്ലെ. എന്റെ ചെറുപ്പത്തില് ഇതേപോലെ ഫ്രീ സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ഞാൻ ഒരു സ്റ്റേഷനറി കടയിൽ ചെന്നപ്പോ പരിചയമുള്ള ഒരു കടയാണ്. അപ്പൊ ഞാൻ ഷാമ്പു ചോദിച്ചു. അപ്പൊ ഷാമ്പു ചോദിച്ചപ്പോ ചില പറഞ്ഞു, നീ ഈ ഷാമ്പു ഒന്ന് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പാക്കറ്റ് ഷാമ്പു എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. ഒരു 3 എണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. 3 പാക്കറ്റ് ഷാമ്പൂസ് ഫ്രീ ആയിട്ട് തന്നു. ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നി. ആ ടൈമിലിട്ട് കുറെ വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ കാര്യമാണ് പറയണത്. ഒരു 10-15 വർഷം. ഓക്കെ, ആ ടൈമിലാണ് ഈ ഷാമ്പു എന്ത് ചെയ്തത്? ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തു. പക്ഷെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഷാമ്പു അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമായി. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആ ഷാമ്പു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ആ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഫ്രീ സാമ്പിൾസ് ആയിട്ട് ഗുഡ്സ് എന്ത് ചെയ്യാ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. അവർ ഇന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷാമ്പൂസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് വേണമെങ്കിൽ ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫ്രീ സാമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ദീദിയുടെ ഷാമ്പൂവിന്റെ ആ സാമ്പിൾസ് ഞാൻ ആദ്യം യൂസ് ചെയ്തേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത്. നല്ല ഷാമ്പു പക്ഷെ എനിക്ക് എന്റെ ഹെയറിന് നല്ലതായിരുന്നു. അപ്പൊ ഞാനത് കണ്ടിന്യൂസ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. കാരണം പെട്ടെന്ന് മാർക്കറ്റിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? എൻറ്റർ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം അവർ എന്ത് ചെയ്തു? സാമ്പിൾസ് കൊടുത്തു, മാർക്കറ്റിനെ ക്യാച്ച് ചെയ്തു. പിന്നെ ജിയോന്റെ കാര്യം ഓർമ്മയുണ്ടോ? ജിയോ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, ജിയോ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അവര് സിനിമ ഇറക്കിയ സമയത്ത് ഫ്രീ സിനിമ കൊടുത്തു, ഫ്രീ ഡാറ്റ കൊടുത്തു. 3 മാസത്തേക്ക് ഫ്രീ ഡാറ്റ, ഫ്രീ കോളിംഗ്. ഓർമ്മയുണ്ടത്? അതും അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. നമ്മളുടെയൊക്കെ പാരന്റ്സിനൊന്നും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നേ ഇല്ല. അവരെന്ത് ചെയ്തു? ജിയോന്റെ ഫോൺ ഇറക്കി. മൊബൈലിൽ കൂടുതൽ എല്ലാവരും ഇത് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അവരെന്ത് ചെയ്തു? കുറച്ച് നാൾ കഴിഞ്ഞപ്പോ, ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞപ്പോ അവര് റേറ്റ് നൈസായിട്ട് കൂട്ടി കൊണ്ടുവന്നു ഇല്ലേ? അവർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്.
അത്രേ ഉള്ളൂ. ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓരോ കമ്പനീസും അവരുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റിംഗ് പ്രോസസ്സ്, ഓവറോൾ മാർക്കറ്റിംഗ് പ്രോസസ്സിനെ ടോട്ടലി മാനേജ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റിംഗ് എന്നും എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് മനസ്സിലായോ? നമ്മൾ മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 4 മാർക്കറ്റിംഗ് മിക്സുകളാണ് ഉള്ളത്. കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പേരുകൾ തന്നെയായിരിക്കും ഇത്, ബോറടിപ്പിക്കുന്നില്ല. എന്നാലും ഞാൻ എന്റേതായ രീതിയിൽ പറയാം. 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയും. 4 P's: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. എന്തൊക്കെയാണ് 4 P's? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. നമ്മളുടെ പ്രൊഡക്റ്റ്, നമ്മൾ എന്താണോ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഗുഡ്സ്, അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗുഡ്സ് എത്ര രൂപയ്ക്കാണ് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് പ്രൈസ്. പ്ലേസ്, അത് എവിടെ നിന്നാണ്, സ്ഥലം, ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ് അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ആണ് പ്ലേസ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ടെക്നിക് വഴിയാണ് ഗുഡ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്, സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രൊമോഷനിൽ വരുന്നത്. നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് മിക്സ്. ദ ടേം മാർക്കറ്റിംഗ് മിക്സ് ഈസ് എ ഫൗണ്ടേഷൻ മോഡൽ ഫോർ ദ ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും ഫൗണ്ടേഷണൽ മോഡലാണ് ഇത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും 4 P's ഓഫ് മാർക്കറ്റിംഗ്. ഹിസ്റ്റോറിക്കലി scattered around product, price, place, promotion. മെയിൻലി നമ്മൾ 4 പേരുകളാണ് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. The marketing mix has been described as the marketing mix എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾ. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾ ആണ്. That the firm used to pursue its marketing objectives in the market. ഈ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്, മാർക്കറ്റിനെ ക്യാച്ച് ചെയ്യുന്നത്. ഈ 4 P's നല്ല എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു മാർക്കറ്റിലെ ഒരു സ്ഥാനം, നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നത്. എന്തെല്ലാമാണെന്നാ പറഞ്ഞത്? 4 P's. സർക്കിൾ മറക്കൂലല്ലോ. 4 P's ഓഫ് മാർക്കറ്റിംഗ്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. മാർക്കറ്റിംഗ് മിക്സ് ഈസ് ഓൾസോ നോൺ ആസ് 4 P's. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയാണ്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. പ്രൊഡക്റ്റ് നമ്മൾ എന്താണോ സെയിലിന് വേണ്ടി ഓഫർ ചെയ്യുന്നത്, മേ ബി ഗുഡ്സ് ആവാം ഒരു സർവീസ് ആവാം, നമ്മൾ ആ ഓഫർ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിന് നമ്മൾ പറയുന്ന ഐറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എ പ്രൊഡക്റ്റ് ഈസ് ദ ഐറ്റം ഓഫേർഡ് ഫോർ സെയിൽ. നമ്മൾ സെയിലിന് വേണ്ടി ഓഫർ ചെയ്യുന്ന ഐറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എ പ്രൊഡക്റ്റ് ക്യാൻ ബി എ സർവീസ് ഓർ ആൻ ഐറ്റം. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സർവീസ് ആകാം ഓർ ആൻ ഐറ്റം ആവാം. എന്ന് വെച്ചാൽ മെറ്റീരിയൽ ആവാം നമുക്ക് കാണാൻ പറ്റുന്നത്. സർവീസും ഐറ്റവും അല്ലെങ്കിൽ പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം, ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? അറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. സർവീസ് ഇൻടാൻജിബിൾ ആണ്, നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നിങ്ങളൊരു ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു സർവീസ് ആണ് അല്ലെ? കാണാൻ പറ്റും നമുക്ക്. ഓരോ ഇൻഡിവിജ്വലിനെ അനുസരിച്ച് അത് വേരി ചെയ്യും അല്ലെ? ഡോക്ടേഴ്സിന് ഓരോ പേഷ്യൻസിന്റെ അസുഖം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും അല്ലെ? വേരി ചെയ്യും. പക്ഷേ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, അത് അല്ലെങ്കിൽ വേണ്ട, മൊബൈൽ ഫോൺ എന്നാലും ചേഞ്ചസ് വരും അല്ലെ? ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ ആണ്. ഗുഡ്സ് ടാൻജിബിൾ ആണ്, നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റും. മേ ബി നിങ്ങളൊരു വാങ്ങിക്കാം, ചോക്ലേറ്റ് വാങ്ങിച്ചു, ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റ് വാങ്ങിച്ചു. അത് എന്താണ്? അതൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഒരു 40 rupees കൊടുത്ത് വാങ്ങിക്കുന്ന ചോക്ലേറ്റ് തന്നെയായിരിക്കും ഞാനിപ്പോ ഒരു 40 rupees കൊടുത്ത് വാങ്ങിച്ചാൽ എനിക്ക് കിട്ടുന്നത്. സെയിം ക്വാളിറ്റി ആണ്, സെയിം റേറ്റ് ആണ്, ടാൻജിബിൾ ആണ്, കാണാൻ പറ്റുന്നുണ്ട്.
നമുക്കത് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ സർവീസുകൾ ടാൻജിബിൾ ആണ്, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുന്നത് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ? നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് വെച്ചാല് ഇത് നിങ്ങൾ കാണാം സർവീസ് ആണ്. കാരണം ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് സർവീസ് ആണ്. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണെന്ന് ഏകദേശം ധാരണ വന്നല്ലോ. A product is the item offered for a sales. A product can be a service or an item. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സർവീസ് ആകാം, അല്ലെങ്കിൽ ഒരു ഐറ്റം ആവാം, ഗുഡ്സ് ആവാം. ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ ഓർ വെർച്വൽ ഓർ സൈബർ ഫോം. ഡിഫറെന്റ് ടൈപ്പിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ആവാം, വെർച്വൽ ആവാം, സൈബർ ഫോം ആവാം. എന്ന് വെച്ചാൽ AI ഒക്കെ ആവാം. നമ്മള് എന്താ പറയാ ChatGPT ഒക്കെ ഇടല്ലോ, അതേപോലെ AI ഫോമിലും നമ്മളത് കൺസ്യൂം ചെയ്യാറുണ്ട്. ഫിസിക്കൽ ആയിട്ട് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കൺസ്യൂം ചെയ്യാറുണ്ട്. എവറി പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് അറ്റ് എ കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഒരു കോസ്റ്റിലായിട്ട് മെയ്ഡ് ചെയ്ത് നമുക്ക് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഒരു ചെലവ് വന്നിട്ടുണ്ടാവും. ആൻഡ് ഈച്ച് ഈസ് സോൾഡ് അറ്റ് എ പ്രൈസ്. നമ്മൾ അത് എന്ത് ചെയ്യും, ഒരു പ്രൈസിന് വിൽക്കും. നമ്മളെപ്പോഴും നമ്മൾക്ക് വന്ന ചെലവിനേക്കാളും കൂടുതൽ എമൗണ്ടിനായിരിക്കും സെയിൽ ചെയ്യാൻ നോക്കുന്നത്. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചെലവിനേക്കാൾ കുറച്ച് പെർസെന്റേജ് നമ്മുടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത് അല്ലെ. The price that can be charged depends on the market, the quality, the marketing and the segment that is targeted. നമ്മുടെ പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യുന്നത് മാർക്കറ്റ് കണ്ടീഷൻ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, മാർക്കറ്റിംഗ് രീതികള്, സെഗ്മെന്റ്സ്, നമ്മൾ ഏത് ടാർഗറ്റഡ് മാർക്കറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് കസ്റ്റമേഴ്സിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്ത് ഐറ്റം ആണോ സെയിലിന് വേണ്ടി ഓഫർ ചെയ്യുന്നത് അതിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പ്രൈസിലേക്ക് വരാം. പറഞ്ഞു വരുന്നത് പ്രൈസ് ആണ്. പ്രൈസ് ഇൻ മാർക്കറ്റിംഗ് മിക്സ് refers to the value we pay in exchange of the product. നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ആ മണി വാല്യൂവിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഓഫേർഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി ഇതിൽ നിന്ന് നമ്മൾ സർവീസോ പ്രൊഡക്റ്റോ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട ആ ഒരു എമൗണ്ട്, വാല്യൂ ഓഫ് മണി ാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ഈസ് കൺസിഡേർഡ് ആസ് എസെൻഷ്യൽ എലമെന്റ് ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ്. പ്രൈസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സിന്റെ ഒരു ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഡിഡിക്കേറ്റ്സ് എ കമ്പനി സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്. നമ്മൾ ഒരു എന്ത് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സർവൈവലിനെയും പ്രോഫിറ്റിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ പ്രൈസ് ആണ്. നമ്മൾ എപ്പോഴും കമ്പനീസ് എന്ത് ചെയ്യും, അവര് ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് ഒരു കോസ്റ്റ് ഒരു എത്ര വന്നു 1000 rupees വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ചിലപ്പോ ഒരു 1200 rupees-നായിരിക്കും ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. സോ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 200 ആണ്. മനസ്സിലായോ നിങ്ങള്? നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് 1000ഉം നമ്മൾ സെയിൽ ചെയ്യുന്നത് സെയിലിംഗ് പ്രൈസ് 1200 ആണെങ്കിൽ ആ ഒരു കമ്പനി നമ്മളിൽ നിന്ന് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് 200 ആണ്. ഏതൊരു കമ്പനിക്കും അവർക്കൊരു പ്രോഫിറ്റ്, ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മള് നെക്സ്റ്റ് മാർക്കറ്റിംഗ് മിക്സ് ആണ് പ്ലേസ് എന്ന് പറയുന്നത്. പ്ലേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇൻ വിച്ച് ദ കമ്പനി സെൽസ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊവൈഡ് ഇറ്റ്സ് സർവീസ്. ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന പ്ലേസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ വരവോടുകൂടി നമുക്ക് ഈ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷന്റെ ആ ഒരു ബാരിയർ മാറ്റാൻ പറ്റും. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എവിടെ നിന്നുള്ള പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെ. പണ്ട് നമുക്കത് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ആ ഒരു ആ പ്ലേസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മളത് റിമൂവ് ചെയ്തിട്ടുണ്ട്.
ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഓർഡർ ചെയ്യാനായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് സർവീസ് ആയാലും പ്രൊഡക്റ്റ് ആയാലും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം, കൺസ്യൂം ചെയ്യാം. ഇപ്പൊ സർവീസ് ചിലപ്പോ നമ്മൾ ഡിഫറെന്റ് കോഴ്സ്, ഇപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ പല കുട്ടികളും പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് അല്ലെ. ചിലപ്പോ അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ പല ഡിസ്ട്രിക്റ്റിലുള്ളവരുണ്ടാവും, മേ ബി പുറത്തുനിന്നുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ളവരുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒക്കെ ആ സർവീസ് കൺസ്യൂം ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ബാരിയർ ഇല്ല എന്ന്. എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം? ഇന്റർനെറ്റ് തന്നെയാണ്. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി തന്നെയാണ് ഈ ഒരു ബാരിയർ നമ്മൾ എടുത്ത് മാറ്റിയത്. ഓക്കെ, പ്ലേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Place in the marketing mix refers the geographical location in which the company sell its products and provide its service. ആ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഏതെല്ലാം ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലേക്കാണ് ആ പ്രോഡക്ട്സ് സർവീസും വിൽക്കുന്നത്, ആ ഒരു പ്രദേശത്തെയാണ് അവർ പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവരത് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ലൊക്കേഷൻ ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ് ഏത്? പ്ലേസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 പീസുകൾ ഡിസ്കസ് ചെയ്തു. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് പ്രൊമോഷൻ അല്ലെ. അപ്പൊ പ്രൊമോഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊമോഷൻസ് അവർ ഇമേജിൽ തന്നെ കാണിക്കുന്നുണ്ട് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അനൗൺസ്മെന്റിന്റെ ഒരു ഇമേജാ കാണിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊമോഷൻ ടെക്നിക്സ് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മിക്ക ബിസിനസ്സുകളും യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ ഇൻ മാർക്കറ്റിംഗ് മിക്സ് refers the communication that aims at promoting a product, activity or a brand among the target customers. നമ്മൾ ടാർഗറ്റ് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആ ബ്രാൻഡിനെ കുറിച്ചിട്ടോ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഡെറൈവ് സെയിൽ ആൻഡ് ഇൻവോൾവ് ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇത് നമ്മുടെ മെയിൻ ആയിട്ട് ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നത്, സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ അവിടെ ഒരു ഇൻവോൾവ്സ് ബോത്ത് ബയേഴ്സും സെല്ലേഴ്സിനും ഒരു നോളജ് ആണ്. ബയേഴ്സിന് സെല്ലേഴ്സിനെ കുറിച്ചിട്ടുള്ള നോളജും കാര്യങ്ങളും കൂടുതലായിട്ട് എടുക്കും. പണ്ട് നമ്മള് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് നമ്മള് ഇപ്പൊ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നത് വിചാരിക്കുന്നത്, വീട്ടിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുമായിരുന്നു, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ചോദിച്ച് അതിന്റെ വെറൈറ്റീസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ കടയിൽ പോയിട്ട് കമ്പയർ ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കും. പക്ഷെ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്തുണ്ടാവും, ഫോൺ ഉണ്ടാവും, നമ്മുടെ ഓൺലൈൻ സൈറ്റുകൾ ഉണ്ടാവും. നമ്മളതൊന്ന് കമ്പയർ ചെയ്യും, ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ അത് ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ നല്ലത്, കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതാണോ ലാഭം എന്ന് തോന്നുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. However, rather than just increasing sales, promotion can also aim at building reputation of the organization. ജസ്റ്റ് നമ്മുടെ സെയിൽസ് മാത്രം കൂട്ടുക എന്നുള്ളൊരു എയിം അല്ല എന്തിന്റെ പ്രൊമോഷൻ ഉള്ളത്. അതിനേക്കാളും ഒരു എന്താണ് റെപ്യൂട്ടേഷൻ കൂട്ടുക, ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ കൂട്ടുക എന്നതാണ് അവിടെ കുറച്ചും കൂടി അവരുടെ എയിമായിട്ട് വരുന്നത്. നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, നമ്മുടെ ഗുഡ്വില്ലും കാര്യങ്ങളൊക്കെ കൂട്ടുക എന്നുള്ളത് ഈ പ്രൊമോഷന് തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ സാധാരണ എന്താ ചെയ്യാറ്, കമ്പനീസ് നല്ല ഫിലിം സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ മീനിങ് എന്താണ്, അവർക്ക് ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ കൂട്ടണം. അപ്പൊ ഓക്കെ, അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങള് എവിടെ മുതൽ വായിക്കണം, മാർക്കറ്റിംഗ് മുതൽ പ്രൊമോഷൻ വരെ ഒന്ന് റീഡ് ചെയ്യോ? ഒന്ന് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ.
എല്ലാവരും വായിച്ചു കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. വായിച്ചു കഴിഞ്ഞു? ക്ലിയർ ആണോ ടോപ്പിക്? വായിച്ചോ ശ്രീലക്ഷ്മി? ഓക്കെ. ആൽവിൻ, എനിക്കറിയില്ല ആൽവിന്റെ പേരെന്താന്നുള്ളത്. ഞാൻ ഇമേജിൽ കാണുന്ന പേരാ പറയുന്നേ. ആൽവിൻ ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയി പോയോ? ഓക്കെ, ജസ്റ്റ് പറയാം. നമ്മള് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയും. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനോട് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. ഇതിന് മാർക്കറ്റ് ഓവറോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാർക്കറ്റ് ഓറിയന്റേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ്, മെത്തേഡ്സിലൂടെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇതിന്റെ ഓവറോൾ മാനേജ്മെന്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നാല് പീസുകളാണ് അതിനുള്ളത്. 4 ഫൗണ്ടേഷൻ, 4 ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അതിനെ ഡിഫറൻസ് ചെയ്യുന്നത്. നമ്മൾ അതിനെ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയും. അത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, 4 ഫാക്ടേഴ്സ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെ വരുന്നത്? ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഹോസ്പിറ്റലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സർവീസ് ആണല്ലേ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സർവീസ് ആണ് നമ്മളെ സംബന്ധിച്ച് എന്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഹൗ ടു മാർക്കറ്റ് എ ഹോസ്പിറ്റൽ, എങ്ങനെയാണ് ഹോസ്പിറ്റലിന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് എഫേർട്സും കാര്യങ്ങളും കൂടുതൽ വേണ്ട ഒരു ഫീൽഡാണ് ഏത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല എഫേർട്സും നോളജും കാര്യങ്ങളൊക്കെ എന്ത് വേണം? മാർക്കറ്റിംഗ് ഫീൽഡിൽ ആവശ്യമാണ്. നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് is a process of strategic outreach and communication designed to attract healthcare customers. അപ്പോൾ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ഔട്ട്റീച്ച് ആണ്, ഒരു പ്രോസസ്സാണ്, സ്ട്രാറ്റജിക് പ്രോസസ്സാണ്. അത് നമ്മളുടെ ഹെൽത്ത് കെയർ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഗൈഡ് ദം ത്രൂ ദർ ഹെൽത്ത് കെയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ ഡിഫിക്കൽട്ടീസ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മളെ കാണാനായിട്ട് ആര് വരുന്നത്? പേഷ്യൻസ് വരുന്നത്. സോ അവരുടെ ആ ഒരു ഹെൽത്ത് കെയർ ജേർണി ഉണ്ടാവും. അതിൽ നമ്മൾ അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് കീപ് ദം എൻഗേജ്ഡ് വിത്ത് ദ ഹെൽത്ത് സിസ്റ്റം. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ആയിട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിച്ച് നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത്. ഇന്ന് എല്ലാവരും നമ്മളിപ്പോ എല്ലാ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എല്ലാ പേഷ്യൻസും എന്താണ് അവരുടെ അസുഖത്തെ കുറിച്ചായാലും അവരുടെ എന്താ പറയാ കണ്ടീഷനെ കുറിച്ചിട്ടായാലും ഒക്കെ അറിയാനായിട്ട് കുറച്ചും കൂടി ക്യൂരിയസ് ആണ് അല്ലെ? നമ്മളായാലും കുറച്ചും കൂടി നമ്മൾ ചോദിക്കും എന്താണ് അസുഖം, ഇപ്പൊ എന്താ പ്രശ്നം, കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ചോദിക്കും അല്ലെ? ചോദിക്കാറില്ലേ? അപ്പോ അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ChatGPT-നോടും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും. ഇപ്പൊ ഒരു അസുഖത്തെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള
ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ടോ? ഒരു ആർക്കാണെന്ന് വെച്ചാലും നമ്മള് അങ്ങനെ അസുഖങ്ങളെ കുറിച്ചിട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളില് ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ട് നമ്മളത് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അതങ്ങനെയാണ്. അപ്പോ എല്ലാ കസ്റ്റമേഴ്സിനോടും അവരുടെ അസുഖത്തെ കുറിച്ചിട്ടും ഓരോ സ്റ്റേജസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് നിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഇന്ന പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ പോലെയാണ് ഇതിന് വരുന്നത് എന്നൊക്കെ നമ്മൾ അവരോട് പറയണം. അതേപോലെ നമ്മുടെ ഇന്ന സർവീസുകളുണ്ട്, ഈ ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസ് നമ്മൾ ഒരു അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് ആഫ്റ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടൊരു ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് നല്ലതാണ്. As we consider hospitals, a indirect marketing is impossible. നമുക്ക് a direct marketing is impossible. നമുക്കൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇമ്പോസിബിൾ ആണ്. നമുക്ക് നേരിട്ട് ചെന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അത്രയും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ടിവിയില് ഏതെങ്കിലും ഹോസ്പിറ്റലിനെ കുറിച്ച് അഡ്വർടൈസ്മെന്റ് കാണാറുണ്ടോ? പണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? പണ്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ഉണ്ടോ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ്? ഉണ്ടോ? ഏത് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാ? ഇപ്പില്ലാലോ. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ, അവർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ല. പക്ഷെ ഞാനൊരു സിനിമയില എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഫിലിം ഉണ്ടായിരുന്നു. ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ബ്രോഡാഡി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതില് പൃഥ്വിരാജ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് പൃഥ്വിരാജ് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വർടൈസ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ? അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ്, നമ്മള് പാരന്റ്സിനും കൂടി അവിടെ എന്താ പറയുക, ഒരു കുട്ടി ജനിക്കുമ്പോൾ കൂടി ജനിക്കുന്നത് ഒരു അച്ഛനും അമ്മയും കൂടിയാണ് എന്നുള്ളൊരു പഞ്ച് വെച്ചിട്ടൊരു അഡ്വർടൈസ്മെന്റ്. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. എനിക്ക് ഈ ഒരു മേഖല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ഒരു വേർഡ് കാര്യങ്ങളൊക്കെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അഡ്വർടൈസ്മെന്റ്, നല്ലൊരു അഡ്വർടൈസ്മെന്റ്, അവര് പുതിയൊരു വേ ഓഫ് തിങ്കിങ്ങില് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അഡ്വർടൈസ്മെന്റ്, നല്ലൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. എന്നുവെച്ചാല് നമുക്ക് നേരിട്ട് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നേരിട്ട് പോയിട്ട് നമുക്ക് അഡ്വർടൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. നമ്മൾ ഇൻഡയറക്റ്റ് വേയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ബിക്കോസ് hospital belongs to service industry which deals with the human beings. നമുക്കറിയാം, നമ്മൾ സർവീസ് ഇൻഡസ്ട്രി ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ ഫീലിങ്സ് കാര്യങ്ങളും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണ് ഏത്? ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡ് എന്ന് പറയുന്നത്. Okay, but as we consider hospital, so the marketing activities of the hospitals is done indirectly by the experts of the marketing department of a hospital. നമ്മൾ മാർക്കറ്റിംഗ് ഡയറക്റ്റ് ആയിട്ടല്ല, ഹോസ്പിറ്റൽസിന്റെ മാർക്കറ്റിംഗ് ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്, ഇൻഡയറക്ട്ലി ആണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ, ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. There are 9 marketing techniques for hospital. മെയിൻ ആയിട്ട് നമ്മൾ 9 marketing techniques ആണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ 9 marketing techniques കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് അഡ്വർട്ടൈസിംഗ് എന്ന് വെച്ചാൽ പരസ്യങ്ങൾ കാര്യങ്ങളാണ്. ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പുതിയ ഡോക്ടർ വരാണ്, പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പുതിയൊരു ഡോക്ടർ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഡോക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു ഡോക്ടറിനെ ജോയിൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ കൊടുക്കും. VIP വിസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിലിം ആക്ട്രസോ അല്ലെങ്കിൽ ഫിലിമിലൊക്കെ വർക്ക് ചെയ്യുന്നവര് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഇവന്റ്സോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിസിറ്റ് കാര്യങ്ങൾ, VIP വിസിറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിലും ആസ്റ്റർ,
എയിംസ് ഒക്കെ ഉണ്ടല്ലോ, സോറി എയിംസ് അല്ലല്ലോ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ, എനിക്ക് എറണാകുളത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ പറയുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആസ്റ്ററിനെ കുറിച്ചിട്ട്? അമൃത ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഈ രണ്ട് ഹോസ്പിറ്റലിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ ഫിലിമിലൊക്കെ ഉള്ള ഫിലിം ഇൻഡസ്ട്രീസിലുള്ള വ്യക്തികൾ വരാറുണ്ട് അല്ലെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? അതൊരു കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ്. അവരിവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, അല്ല അവർ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നുണ്ടാവില്ല, പക്ഷെ അവരൊരു ഹോസ്പിറ്റലിലായിട്ട് എന്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. ഓക്കെ. ദെൻ VIP വിസിറ്റ് ഞാൻ പറഞ്ഞു. ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ്, എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സ്റ്റേഷനറിക്കൊക്കെ വേണ്ടിയിട്ട് ബ്രാൻഡിങ് കൊടുക്കും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേരുള്ള ടീഷർട്ട് അല്ലെങ്കിൽ ക്യാപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് മെഡിക്കൽ ക്യാമ്പ്. പണ്ട് മുതലേ ഉള്ളൊരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ് ഇത് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് അല്ലെ. ഞങ്ങളുടെ ഇവിടെ അഹല്യ എന്ന് പറയുന്ന ഒരു ഐ ക്ലിനിക് ഉണ്ട്. ക്ലിനിക് അല്ല, ഐ ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ അവര് മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യും. ഫ്രീ ആയിട്ടായിരിക്കും മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് അവർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, സർജറിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് എന്ത് കൊടുക്കും, ഫ്രീ സർജറി കൊടുക്കും. ബാക്കിയുള്ളവർക്ക് ചിലപ്പോ ചിലപ്പോ ഗ്ലാസും കാര്യങ്ങളൊക്കെ റേറ്റ് കുറവിനൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം എന്താണ്, ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ്. അവരുടെ ഹോസ്പിറ്റലിന്റെ ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് തന്നെയാണ് ഇത് മെഡിക്കൽ ക്യാമ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ ഒരു കോൺവെന്റിലാണ് പഠിച്ചത്. അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യും എല്ലാ വർഷവും. മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അസുഖങ്ങൾക്കുള്ള ക്യാമ്പല്ല, അത് നമ്മളുടെ എന്താ പറയാ ഡെന്റൽ ക്ലിനിക്കിന്റെ പാർട്ടായിട്ടാണ് അന്ന് മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾക്കൊക്കെയാണ് മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അന്ന് ഡോക്ടർ, നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവര് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതാണ്. ആ ഒരു മെഡിക്കൽ ക്യാമ്പ് വഴി ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആണ് ചെയ്തത്. നമ്മൾ പണ്ട് ബ്രഷ് ഒക്കെ ചെയ്യുന്നില്ലല്ലോ. കേരളത്തിലെ ആൾക്കാർ പണ്ട് ബ്രഷും പേസ്റ്റ് ഒക്കെ കാണുന്നതിന് മുമ്പ് നമ്മൾ മറ്റുള്ള മെത്തേഡ്സിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നമ്മുടെ മൗത്ത് ഒക്കെ ക്ലീൻ ചെയ്തിരുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഒരുപാട് വർഷം മുമ്പാണ്. ഞാൻ പറയുന്ന വർഷം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 28 വർഷം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോ ഇതിൽ എന്ത് ചെയ്തു, ഒരു ബ്രാൻഡ് പേര് പറയുകയാണെങ്കിൽ കോൾഗേറ്റ് ആണ് ആ ബ്രാൻഡ്. കോൾഗേറ്റിന്റെ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്തു. ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് മെഡിക്കൽ ക്യാമ്പിൽ വരുന്നവർക്ക് എല്ലാവർക്കും അവർ ഫ്രീ ആയിട്ട് അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, വിതരണം ചെയ്തു. അന്ന് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ബ്രഷും അവരുടെ പേസ്റ്റും ആണ് അവർ പ്രൊഡക്റ്റ് ആയിട്ട്. പേസ്റ്റ് ആൻഡ് ബ്രഷ് അങ്ങനെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീലക്ഷ്മി? കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ. അങ്ങനെ പ്രൊഡക്റ്റും അവരുടെ ബ്രഷും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് വീട്ടില് അന്ന് വരെയും വീട്ടില് ബ്രഷും പേസ്റ്റും ഒന്നും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അച്ഛനും മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക. അങ്ങനെ നമുക്ക് അന്ന് ചെറുപ്പത്തിൽ, ഞാനത് എന്റെ ഓർമ്മയിലുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ആ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് അതൊരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞു കുട്ടിയാണ്, 4-5 വയസ്സുള്ള കുട്ടിയാണ് ഞാൻ അന്ന്. അപ്പൊ മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മൾ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് വേണ്ടിയിട്ട് മെഡിക്കൽ ക്യാമ്പ്, പിന്നെ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിക്കൽ ക്യാമ്പ്സുകൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സിസ്റ്റിംഗ് ആൻഡ് വേക്കൻസീസിനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഒരു ഹോസ്പിറ്റല് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് റിക്രൂട്ട്മെന്റ് എടുക്കുന്നുണ്ട്, സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
ദാറ്റ് മീൻസ് ആ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇമേജ് വന്നോ, നല്ലൊരു ഹോസ്പിറ്റൽ ആണ്, അവിടെ കൂടുതലായിട്ട് സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പൊ അവര് നല്ല രീതിയിലാണ് അവര് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മള് ആസ്ക് യുവർ ഡോക്ടർ എന്നൊരു പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? ഡോക്ടറോട് ചോദിക്കാം. നമ്മളുടെ റേഡിയോയിലാണ് വരുന്നത്, ദൂരദർശനില്. ആസ്ക് യുവർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് ചോദിക്കാം, രാവിലെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രോഗ്രാംസ്. അപ്പൊ ആ ഡോക്ടറിനെ കുറിച്ച് പറയും, ഡോക്ടറിന്റെ പേര് പറയും, ഡോക്ടർ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ, അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു അസുഖമായിരിക്കും, അസുഖത്തെ കുറിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറയും, അല്ലെ? അപ്പൊ ആ ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഒരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മള് എല്ലാ ഹോസ്പിറ്റലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലോട്ട് ഓഫ് സർജറീസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും, അല്ലെ? എന്നാൽ ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചില ഹോസ്പിറ്റലുകൾ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെ? അത് ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻ എഫക്റ്റീവ് സർജറി. ഒരു സർജറി ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർജറി നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ മാർക്കറ്റ് ചെയ്യുക എന്ന്. പക്ഷെ ഒരുപാട് ഡിഫറെന്റ് ഫോംസ് ഓഫ് മാർക്കറ്റിംഗ്, ഒരു ഹോസ്പിറ്റലിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ഫോംസുകൾ കിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങൾ ഇനിയൊരു ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന പുതിയ സർവീസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പുതിയ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്യണം എന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടിയോ? കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇതൊരു ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ. പണ്ട് നമ്മൾ ഡോക്ടർ, നേഴ്സ്, കുറച്ച് സ്റ്റാഫുകൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട് ഹോസ്പിറ്റലിന്, ഡിഫറെന്റ് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താ കിട്ടാം, ജോബും പോസ്റ്റിംഗും ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിലാണോ വരുന്നത് ആ മേഖലയെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇനി അടുത്തതാണ് നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയാണ്. അഡ്വർട്ടോറിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ന്യൂസ് നമ്മള് പത്രത്തിലൊക്കെ ഒരു രോഗത്തെ കുറിച്ചിട്ടോ രോഗിനെ കുറിച്ചിട്ടോ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ പറയുന്നത് പോലെയൊക്കെ ന്യൂസ് റിപ്പോർട്ട്, അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടോ? കാണാറുണ്ടാവും, അല്ലെ? ഓക്കെ. This theme is a combination of the advertisement and the editorial, a new form of merging an advertisement to a short story, finally ending up with the desired result. എന്ന് വെച്ചാൽ ഒരു എഡിറ്റോറിയലും അഡ്വർടൈസ്മെന്റും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. എഡിറ്റോറിയൽ പ്ലസ് അഡ്വർടൈസ്മെന്റ് തന്നെയാണ്, പക്ഷെ അവരൊരു എഡിറ്റോറിയൽ മോഡലിൽ എന്ത് ചെയ്യുന്നു, പ്രിന്റ് നമ്മളെ ന്യൂസിൽ കൊടുക്കുക, ന്യൂസ് പേപ്പറിൽ കൊടുക്കുകയാണ്. അപ്പൊ മേ ബി അവരൊരു അസുഖത്തെ കുറിച്ച് ട്രീറ്റ് ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയല് പ്രൊവൈഡ് ചെയ്യാണ്. ആ ഡോക്ടറിനെ കുറിച്ചിട്ടും ആ ഡോക്ടർ വർക്ക് ചെയ്ത സ്ഥാപനത്തെ കുറിച്ചിട്ടും ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മെത്തേഡിലൂടെ. ബ്രിങ്ങിങ് ദ ജെന്യുവൻ പേഷ്യന്റ് ടു അവർ ടാർഗറ്റഡ് ഹോസ്പിറ്റൽ by utilizing their weak point. നമ്മള് എന്ത് ചെയ്യാ, ഇത് എന്തിനാ, ജെന്യുവൻ പേഷ്യൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ജെന്യുവൻ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ഓവറോൾ വെൽ ബീയിങ് എയിംഡ് ദ പാൻഡമിക്. എനിക്ക് തോന്നുന്നു കോവിഡ് ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് എന്റെ നോട്ട്ബുക്കിൽ വായിക്കാൻ കുറച്ച് പാടാണ്. എഫക്റ്റീവ് മെഡിക്കൽ കെയർ എയിംഡ് കോവിഡ്, കെയർ ഓഫ് ഹോസ്പിറ്റൽ പേഷ്യൻസ് ഓഫ് കോവിഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഡ്വർടൈസ്മെന്റും കാര്യങ്ങൾ ആ ഒരു ടൈമിലേക്ക് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാനില്ല, ജസ്റ്റ് ഒരു ഇമേജ് ഷെയർ ചെയ്തെന്നുള്ളൂ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഇതേപോലെ കൊടുക്കാറുണ്ട്. എഡിറ്റോറിയൽ വരുമ്പോൾ നമ്മള് ഇപ്പൊ പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസറിനെ കുറിച്ചിട്ട് ഡോക്ടേഴ്സ് നല്ല രീതിയിൽ ഈ എഡിറ്റോറിയൽ കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. നമ്മളത് വായിച്ച് നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കും, അല്ലെ?
നമ്മളതാണല്ലോ പണി. നമുക്ക് ആ ലക്ഷണം ഉണ്ട്, ഈ ലക്ഷണം ഉണ്ട് അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കും. ഇതേപോലത്തെ ഒരു എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞാൽ അല്ലെ? ഇല്ലേ, ടെൻഷൻ അടിക്കൂലേ? ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ എഡിറ്റോറിയൽ ഒക്കെ കാണുമ്പോ ജസ്റ്റ് ഇനി തിങ്ക് ചെയ്യാം, ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ്. മിസ് പറഞ്ഞിട്ടുണ്ട് ഇത് അഡ്വർടൈസ്മെന്റ് ആണ്, ആ ഹോസ്പിറ്റലിൽ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിരിക്കുന്ന മാർഗ്ഗമാണ്, അതായത് നമുക്ക് അസുഖമൊന്നുമില്ല എന്ന് വിചാരിക്കണം. മനസ്സിലായോ? ഇനി ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പുതുതായിട്ടൊരു ഡോക്ടർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ, അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷനും ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലൊക്കെ എക്സ്പീരിയൻസും സ്പെഷ്യാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. ഇന്ന ദിവസം മുതൽ നമുക്ക് ഇന്നൊരു ഡോക്ടർ സർവീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും, എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും കൊടുക്കാം. ഡോക്ടറും മെഡിക്കൽ പ്രൊഫഷൻ ആ ഒരു സ്പെഷ്യാലിറ്റിയുടെ പേര് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റല് എന്ന് വെച്ചാല് ഐ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, നമ്മൾ പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന്റെയാണ് കാർഡിയാക്കിന്റെ ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കാർഡിയാക്കിന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ അപ്പോയിന്റ് ചെയ്തു, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ ആണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഡോക്ടറിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും കൊടുക്കും. ഇങ്ങനെ ഒരു ഡോക്ടർ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇന്ന് മുതൽ നമുക്ക് ഇവിടെ ഇങ്ങനൊരു സർവീസ്, സ്പെഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. Joining of the doctor and medical professionals in any discipline can be highlighted representative of their qualification, experience or specialty. Or experience or specialty qualification or അതിനൊന്നല്ല, നമ്മൾ കൂടുതൽ കുറച്ചും കൂടി അവരുടെ പ്രൊഫഷനെ ഡോക്ടറിനെ ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ അഡ്വർടൈസ്മെന്റ് പോലെ നമ്മൾ കൊടുക്കും. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് അഡ്വർടൈസ്മെന്റ് മെൻഷനിങ് ദാറ്റ് ദേ ആർ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം നമ്മുടെ ഹോസ്പിറ്റൽ ലഭ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം സാറ്റിസ്ഫൈഡ് ആവും അല്ലെ? ഓക്കെ, നമ്മൾ ഏകദേശം സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകും. അത് നമ്മളത് കേട്ടിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ കെയർ ഒക്കെ ഉള്ള ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പൊ ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ എങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്യാ എന്ന് മനസ്സിലായോ? അതായത് പേരും പ്രൊഫഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന സർവീസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. Then VIP visit ആണ് ഇനി പറയുന്നത്. We can follow the practice of inviting VIPs, especially celebrities, to our hospital, maybe for a casual visit, a complete health checkup, for an inauguration or for flag off ceremony. നമുക്ക് ഡിഫറെന്റ് ഇവന്റ്സിലേക്ക് വേണ്ടിയിട്ട് VIPs, എസ്പെഷ്യലി സെലിബ്രിറ്റീസ്, വ്യക്തികൾക്ക് അറിയാവുന്ന ഒരു പേഴ്സൺ, നോൺ പേഴ്സണെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ കാഷ്വൽ വിസിറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പ്രോഗ്രാമോ മീറ്റിംഗ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഇനാഗുറേഷൻ ഫംഗ്ഷൻസിന്റെ കാര്യങ്ങളിൽ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫ്ലാഗ് ഓഫ് സെറമണി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഫ്ലാഗ് ഓഫ് സെറമണിയുടെ ഭാഗമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഹോസ്പിറ്റലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഈ മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കി, മൂന്ന് പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്തേ വേഗം. VIP വിസിറ്റ് വരെ ഒന്ന് റീഡ് ചെയ്തേ.
എല്ലാരും വായിച്ചു നോക്കിയോ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാമല്ലോ. VIP വിസിറ്റ് വരും പറഞ്ഞു. ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ് ആണ് നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാം. Awareness is one of the important aspects as far as layman is concerned. Lack of awareness can result in dangerous situation. നമ്മള് എല്ലാത്തിനെ കുറിച്ച് ഇപ്പൊ വാക്സിനേഷൻ ഷെഡ്യൂളിനെ കുറിച്ചിട്ടായാലും ഇതിനെ കുറിച്ചായാലും നമ്മളൊരു അവയർനെസ് ഉള്ളത് നല്ലതാണ്. നമുക്കറിയാം കുട്ടികൾ ജനിച്ച ഉടനെ ഇത്ര ടൈം വരെ കറക്റ്റ് ആയിട്ട് വാക്സിൻസും കാര്യങ്ങളും എടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവയർനെസ് ഇല്ലേ? എല്ലാ അമ്മമാർക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലെ? കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ വാക്സിൻ എടുക്കും. ജനിച്ച ഉടനെ മുതൽ ഒരു 0 ബർത്ത് ടൈം മുതൽ നമ്മൾ വാക്സിൻസ് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് എടുക്കണം. അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഡെലിവറിയുടെ ടൈമിൽ അല്ലെ? അപ്പോ അവയർനെസ് ഇല്ലാത്തത് ഒരു ചെറിയ പ്രശ്നമാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇന്നും വാക്സിൻസ് എടുക്കാത്ത ഫാമിലീസ് ഉണ്ട്. ഈ വാക്സിൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരുപാട് ഫാമിലീസ് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ അപ്പോ നമ്മൾ എന്താണ് അവരെ കൂടി നമ്മളുടെ ഈ ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരു അവയർനെസ് ക്യാമ്പയിനോ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് ഇപ്പോ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് മാത്രമായിട്ട് ഒരു അവയർനെസ് ക്യാമ്പ് എന്നുവെച്ചാൽ നമ്മുടെ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, കുട്ടീനെ എങ്ങനെ നോക്കണം, കുട്ടിയുടെ കെയർ എങ്ങനെയാണ്, കുട്ടികൾക്ക് കൊടുക്കേണ്ട വാക്സിൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം വാക്സിൻസ് എന്തെല്ലാം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കില്ലേ? അല്ലേ? എന്നുവെച്ചാൽ നമുക്ക് നേരത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹെൽത്ത് കെയറിനൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റലിനാണെങ്കിലും നമുക്ക് നമ്മുടെ ആശാ വർക്കേഴ്സ് അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? JDSമാരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവയർനെസ് ക്യാമ്പയിനാണ്. നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസും ഹെൽത്ത് സെന്റേഴ്സിനൊക്കെ നേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ വിസിറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് വേണ്ട അവയർനെസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനായാലും നമുക്ക് അവയർനെസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു ക്യാമ്പയിന്റെ അവയർനെസിന്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകൾ വിസിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവർ നോട്ട് ചെയ്യാം ആർക്കൊക്കെ ഉണ്ട് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ആർക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയാം. നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാം ഇങ്ങനെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്ന് നമുക്ക് അവരോട് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ പറയാം. അത് ജസ്റ്റ് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹെൽത്ത് അവയർനെസ് എല്ലാ വ്യക്തികളിലും എല്ലാ പേഴ്സൺസിനും ഉള്ളത് നല്ലതാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ല് കൂട്ടാനായിട്ട് കാരണമാകും. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇന്ന അസുഖം എന്ന് കണ്ടെത്തിയത്. അതുകൊണ്ട് നേരത്തെ കണ്ടെത്തിയോണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ പറയുമ്പോൾ ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. സോ നെക്സ്റ്റ് ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത് ഹെൽത്ത് അവയർനെസ് മുതൽ ബാക്കിയുള്ള ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഒരു ടോപ്പിക് നന്നായിട്ട് പഠിച്ചിട്ട് വേണം, നോക്കിയിട്ട് വേണം വരാനായിട്ട്. മോക്ക് ടെസ്റ്റ് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ് ഫ്രൈഡേ ഉണ്ട്. ഓക്കെ, ക്ലാസ് മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.